മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേർക്ക് വേണ്ടിയുള്ള അവസാനത്തെ ടാസ്ക് ആണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ കഴിവനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡാൻസ് പാടാം, പാട്ട് കളിക്കാം, കഥാപ്രസംഗം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ 6 പേരുടെയും സഹായികളായിരിക്കും പക്ഷേ ഈ ടാസ്കുകൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ബിഗ് ബോസ് ഇവർക്ക് പാട്ടുകളും നൽകിയിരുന്നു. പ്രാക്ടീസ് ചെയ്യാനായി 6 മിനിറ്റും നൽകിയിരുന്നു. എന്തായാലും 6 പേരുടെയും ടീം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു. ഇവരുടെ പെർഫോമൻസിനെ വിലയിരുത്തേണ്ടതും ഇവർക്ക് പോയിന്റുകൾ നൽകേണ്ടതും ഈ തവണ വിധികർത്താക്കളായിട്ടുള്ള മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരായിരുന്നു. പോയിന്റുകൾ തീരുമാനിക്കുന്നതിൽ വിധികർത്താക്കൾ തമ്മിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും സ്വന്തം ടീമിനെ ഫസ്റ്റ് കിട്ടാനേ നോക്കുകയുള്ളൂ. അങ്ങനെ റെന ഫാത്തിമയും അനീഷയൊക്കെ തമ്മിൽ നല്ല തർക്കം ഉണ്ടായിരുന്നു. പിന്നീട് ഭൂരിഭാഗം നോക്കി പോയിന്റ് നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് സരികയുടെ ടീമായ അക്ബറിനും അനൂനുമായിരുന്നു. അവർ പെർഫോം ചെയ്തത് സമറിൻ ബെത്ലഹേം എന്ന മൂവിയിലെ കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ടായിരുന്നു കേട്ടോ. അക്ബർ ഒരു ഗായകനായതുകൊണ്ട് തന്നെ അവർക്കിതൊരു പ്രിവിലേജ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ പാട്ടുപാടി ഡാൻസ് കളിച്ച് അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ സരികയ്ക്ക് 1ാം പ്ലേസ് കിട്ടി. 2ാം സ്ഥാനം ലഭിച്ചത് രേണു സുധിയുടെ ടീമായ ഷാനവാസിനും നെവീനുമായിരുന്നു. 3ാം സ്ഥാനമാകട്ടെ ഒനീലിൻ്റെ ടീമായ ജിസേലിനും ആര്യനുമാണ്. 4ാം സ്ഥാനം ലഭിച്ചത് റെന ഫാത്തിമയുടെ ടീമായ ശരത്തിനും ബിന്നിക്കുമാണ്. അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. അതായത് എല്ലാവരും ശരത്തിൻ്റെയും ബിന്നിയുടെയും പെർഫോമൻസ് നല്ലതാണെന്ന് പറഞ്ഞു, അതായത് ബാക്കി കണ്ടസ്റ്റൻസ്. പക്ഷേ വിധികർത്താക്കളായ 6 പേരും അവർക്ക് പക്ഷേ 4ാം സ്ഥാനവും 5ാം സ്ഥാനവുമാണ് നൽകിയത്. അതിൽ പ്രത്യേകിച്ച് അനീഷും പറഞ്ഞു അവരുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ ശരത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം വന്നു. വേറൊന്നുമല്ല, ശരത്ത് പെർഫോം ചെയ്യാനായി തിരഞ്ഞെടുത്തത് ശരത്തിൻ്റെ തന്നെ മൂവിയായ വെളിപാടിൻ്റെ പുസ്തകം എന്ന സിനിമയിലെ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്ന ആ ഒരു സോങ് ആയിരുന്നു. മൂവിയിൽ ആ പാട്ടിൽ ഡാൻസ് കളിച്ച് മില്യൺ വ്യൂസ് എത്തിച്ചൊരു വ്യക്തിയാണ് ശരത്ത്. അതേ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ പാട്ടുപാടിയാണ് ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. എന്നിട്ടും അതിന് 5ാം സ്ഥാനമാണ് ലഭിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ശരത്തിന് നല്ല രീതിയിൽ സങ്കടം വരുന്നുണ്ട്. ശരത്ത് എന്നിട്ട് കരയുന്നുണ്ട്. ശരത്ത് ഒരു 2ോ 3ോ പ്ലേസ് ആഗ്രഹിച്ചിരുന്നു. 1ാം സ്ഥാനം വേണമെന്ന് ശരത്ത് പറയുന്നില്ല. 2ോ 3ോ എങ്കിലും തരാമായിരുന്നു. കാരണം ഓൾറെഡി ഇപ്പോൾ 2ിൽ ഇരിക്കുന്നതും 3ിൽ ഇരിക്കുന്ന വ്യക്തികളെക്കാളും യോഗ്യതയുള്ളവരായിട്ട് ശരത്തിൻ്റെ പെർഫോമൻസ് തോന്നി. പക്ഷേ മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരാണ് വിധികർത്താക്കൾ. അവരുടെ ഇഷ്ടത്തിനാണ് പൊസിഷൻ തീരുമാനിക്കുന്നത്. അവസാനം ശരത്ത് പറയുന്നുണ്ട്, കുഴപ്പമില്ല, എനിക്ക് 5ാം സ്ഥാനം മതി, ഞാനത് തീരുമാനിച്ചു. ഞാൻ എന്തായാലും ഒരു കലാകാരനാണല്ലോ, എൻ്റെ കലയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെയാണ് കളിച്ചതെന്ന്. ശാരികയുടെ ടീമായ അഭിലാഷും ബിൻസിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ബിൻസി പാടിയ പാട്ട് ബിഗ് ബോസ് നൽകാത്തൊരു സോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീം ഡിസ്ക്വാളിഫൈഡ് ആയി പോവുകയാണ്. ഈ ടാസ്കിൽ നിന്ന് അതുകൊണ്ട് തന്നെ ശാരികയ്ക്ക് ലഭിക്കുന്നത് 0 പോയിന്റുകളാണ്. എന്തായാലും പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് 1ാം സ്ഥാനം സരികയ്ക്കും, 2ാം സ്ഥാനം രേണു സുധിക്കും, 3ാം സ്ഥാനം ഒനീലിനും, 4ാം സ്ഥാനം റെന ഫാത്തിമയ്ക്കും, 5ാം സ്ഥാനം അനീഷിനാണ് ലഭിച്ചിരിക്കുന്നത്. ശാരികയുടെ ടീം ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി. പക്ഷേ എല്ലാവരുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ വിധി നിർണയത്തിൽ അത്രയ്ക്ക് ഫെയർ അല്ല എന്ന് തോന്നും. കാരണം ബിന്നിയുടെയും ശരത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ശൈത്യയുടെയും നൂറയുടെയും പെർഫോമൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അവർക്കൊരു 2nd 3rd പൊസിഷനൊക്കെ കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ടീമായതുകൊണ്ട് മാത്രം ശൈത്യനെയും നൂറയും തഴഞ്ഞതുപോലെ തോന്നി. പിന്നെ ബിന്നിയെയും ശരത്തിനാണെങ്കിലും റെന ഫാത്തിമയോടുള്ളൊരു ദേഷ്യം കാരണം തഴഞ്ഞതുപോലെയാണ് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. മിഡ് വീക്ക് എവിഷനിലുള്ളവർക്ക് വേണ്ടിയുള്ള അവസാനത്തെ ടാസ്ക് ആണ് ഇതെങ്കിൽ ശാരികയും അനീഷുമായിരിക്കും ഇന്ന് പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത്. മറ്റ് കണ്ടസ്റ്റൻസിന് വേണ്ടി ത്യാഗം അനുഭവിച്ച് ഏകാന്തവാസത്തിന് വേണ്ടി പോകേണ്ടത് അപ്പോൾ അനീഷും ശാരികയുമായിരിക്കും.